ഇന്നേരം നല്ല രസമാട്ടോ കാണാൻ, എല്ലാവരും കൂടി ആയിട്ട് നല്ല ഭംഗിയാണ്. ഇപ്പോൾ കൊറോണ ആയിട്ട് കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്, ആൾക്കാർ അധികം കുറവാണ് ഇവിടെ, അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും. ഞാൻ ഐസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആദ്യമായിട്ട് കഴിക്കുകയാണ് കുട്ടി. അതിനിട്ട് ടേസ്റ്റ് ഉണ്ടാവും. ബീച്ചിലേക്ക് എത്തിയിട്ടോ, നമ്മൾ പോവുകയാണേ. ഇതാണ് അശ്വതി എന്നുണ്ട് കുട്ടി. എന്താ മിണ്ടാണ്ടിരിക്കുന്നത്? ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ കേട്ടോ, കുറേ വെറൈറ്റി ഫുഡ്, ഇവിടുത്തെ എല്ലാ ഫുഡും കഴിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. എന്താണെന്ന് അറിയില്ല. എനിക്ക് ഫുഡാണ് പ്രധാനം. മിക്കവാറും എൻ്റെ പൈസ മൊത്തം ചിലവാകുന്ന കേട്ടോ. നമുക്ക് ഐസ് കഴിക്കാൻ പോകണം. ഇവിടെ വൈകുന്നേരം നല്ല രസമാട്ടോ കാണാൻ, എല്ലാവരും കൂടി ആയിട്ട് നല്ല ഭംഗിയാണ്. ഇപ്പോൾ കൊറോണ ആയിട്ട് കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്, ആൾക്കാർ അധികം കുറവാണ് ഇവിടെ, അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും. അറിയോ എന്തൊക്കെ ഇടുന്നേം കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമോ? ഇത് ക്യാരറ്റ്, മാങ്ങ, ചൗസ്, പിന്നെ ബീറ്റ്റൂട്ട്, സർവത്ത്, കൊട്ടുകടല, ചെറീസ്. ഇത് ബീറ്റ്റൂട്ട് മാത്രം. ഞാൻ ഐസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആദ്യമായിട്ട് കഴിക്കുകയാണ് കുട്ടി. അതിനിട്ട് ടേസ്റ്റ് ഉണ്ടാവും. വേഗം ശരിയാ പോണം. എല്ലാം കൂടെ മിക്സാണ്. ഇത് എത്രയാ? അത് ഐശ്വര്യയിലിടുന്ന ഇവിടുത്തെ എല്ലാത്തിനും 5 രൂപയാണ് എല്ലാ പീസും. ഇത് വേണ്ട കുട്ടി എനിക്ക് പോരണ്ടോ? ഇത് നമ്മൾ ബീച്ചിൻ്റെ എൻഡായിട്ട് വരും കേട്ടോ, നമ്മുടെ കോഴിക്കോട് എന്നൊക്കെ പറയില്ല അവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറേ സ്ട്രെയിറ്റ് കുറച്ചും അങ്ങോട്ടേക്ക് പോകാണ്ട്, ഷാപ്പിലേക്ക് ഞങ്ങൾ നടന്നു പോവാണേ. അവിടെ എത്തുമോ ഇപ്പോൾ? അങ്ങനെ ഞങ്ങൾ
ഷാപ്പിലേക്ക് എത്തിയേ. ഇത് ഷാപ്പ് എന്ന പേര്. ഇവിടെ അടിപൊളി കപ്പ ബിരിയാണി ജ്യൂസൊക്കെ വെറൈറ്റി ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെയാണ്. അപ്പോൾ ഇവിടെ കപ്പ ബിരിയാണി നല്ല ടേസ്റ്റാണ്. അവൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഞങ്ങളൊരു കപ്പ ബിരിയാണി ഇവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെല്ലുവാണെങ്കിൽ ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ്, പോകാൻ പറ്റുമെങ്കിൽ പോകട്ടെ. അടിപൊളി ഐറ്റംസ് ഉണ്ട് ഇവിടെ, വെറൈറ്റി ഫുഡൊക്കെ ഉണ്ട്. നിങ്ങൾ പോയി നോക്കുക. പിന്നെ ഇവിടുത്തെ കയറി ചെല്ലുമ്പോൾ തന്നെ പണ്ടത്തെ ആൾക്കാരുടെ ഫോട്ടോസൊക്കെ കാണാം. പിന്നെ പഴയ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല രസമായിരുന്നു. നല്ലൊരു ഫീലിംഗ് ആണ് അവിടെ പോയി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കോപ്പി ക്ലൈം വരുന്നതുകൊണ്ട് അത് ഓഫാക്കി വെച്ചതാണ്. ഇവിടെ ഒട്ടിച്ചിരിക്കുന്ന ഈ സ്റ്റിക്കറൊക്കെ നമ്മുടെ സജഷൻസ് എഴുതി ഒട്ടിക്കുന്നതാണ്. അപ്പം ഞങ്ങൾ ഇതുപോലെ എഴുതിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഞങ്ങൾ കപ്പ ബിരിയാണിക്ക് വേണ്ടി 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി തന്നു. 150 രൂപയായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഹോസ്റ്റലിൽ പോയിട്ട് കപ്പ ബിരിയാണി കഴിച്ചു. കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒന്ന് വാങ്ങിച്ചാൽ മതി, കുറേ കഴിക്കാൻ അതിലുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ പോകാൻ പറ്റുകയാണെങ്കിൽ അങ്ങോട്ട് പോയി നോക്കുക. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.